ഇന്ന് മഷ്റൂം വെച്ചിട്ടൊരു കിടില ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. മിന്റ് കോറിയാൻഡർ മഷ്റൂം മസാല. ഇത് ചപ്പാത്തിക്കൊക്കെ ഭയങ്കര അടിപൊളി കോമ്പിനേഷൻ ആണ്. നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് ആദ്യം നോക്കിയാലോ. അപ്പൊ അതിനായിട്ട് ആദ്യം ഒരു 3 പച്ചമുളക് എടുക്കുക. അതൊന്ന് രണ്ടാക്കി മിക്സി ജാറിലേക്ക് പൊട്ടിച്ചിടുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും ഒരു കൈപ്പിടി മല്ലിയിലയും പുതിനയിലയും കൂടെ അതിലേക്ക് ഇടുക. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കുരുമുളകും കൂടെ ചേർക്കുക. ഒരു ഏലക്കായും കൂടെ എടുക്കുന്നുണ്ട്. അപ്പൊ ഏലക്കയുടെ ആ തോല് കളഞ്ഞിട്ട് ആ കുരു മാത്രമേ ഞാൻ ഇതിലേക്ക് ഇടുന്നുള്ളൂ. അപ്പൊ ഇതൊക്കെ ഒന്ന് നമുക്ക് വടിക അരച്ചെടുക്കാം. അപ്പൊ അതിനാവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതേ മിക്സിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം കുറച്ച് കടുകും കൂടെ ചേർക്കാം. കടുകൊക്കെ നല്ലോണം പൊട്ടിയതിന് ശേഷം നമ്മൾ കറിവേപ്പിലയാണ് ഇടുന്നത്. ഇതിന് ശേഷം അരിഞ്ഞു മാറ്റി വെച്ചിരുന്ന മഷ്റൂം ആണ് ഇതിലേക്ക് ചേർക്കുന്നത്. മഷ്റൂം ഞാൻ നേരത്തെ തന്നെ അരിഞ്ഞ് മഞ്ഞപ്പൊടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 15 മിനിറ്റോളം. അപ്പൊ അതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. മഷ്റൂം വേകാൻ ആവശ്യമായ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. മഷ്റൂമിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് വേറെ വെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ചേക്കുന്ന ആ പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റും കൂടെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. 10 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ ആ മസാലയൊക്കെ ഒന്ന് കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് അധികം പുളി ഇല്ലാത്ത കുറച്ച് തൈര്, അതായത് 2 സ്പൂൺ തൈര് ചേർത്താൽ മതിയാകും. അതും കൂടെ ചേർത്തൊന്ന് നന്നായി മിക്സ് ചെയ്യുക. ഞാൻ ചെറുപ്പത്തിലേ ഈ കൂണെന്ന് പറയുമ്പോൾ പാമ്പിന്റെ മുട്ട വിരിഞ്ഞിട്ടാണ് കൂണുണ്ടാകുന്നതെന്നാണ് വിചാരിച്ചിരുന്നത്. നിങ്ങളും അങ്ങനെ ചെറുപ്പത്തിൽ എന്തെങ്കിലും മണ്ടത്തരങ്ങൾ വിശ്വസിച്ചിരുന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ്സിലൂടെ പറഞ്ഞേക്കണേ. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് ഒന്ന് ഇളക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റും കൂടെ തുറന്നു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. നല്ല ചൂട് ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ നല്ല ബെസ്റ്റ് കോംബോ ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കണം. കൂടെ എന്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.